ആദരണീയരായ HM, മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA, MTA ഭാരവാഹികൾ, സഹപ്രവർത്തകർ, പൂർവാധ്യാപകർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. 3.5 പതിറ്റാണ്ട് കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ സർവശക്തനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ നിലയിലെത്തിച്ച എൻ്റെ മാതാപിതാക്കളോടും ഏറെ നന്ദിയും കടപ്പാടുമുണ്ട്. വിവാഹശേഷം എൻ്റെ മാതാപിതാക്കളെ പോലെ ചേർത്ത് പിടിച്ച ഭർത്തൃവീട്ടുകാരുടെ സഹകരണവും പിന്തുണയും ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല സഹപ്രവർത്തകരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 2012 സ്കൂൾ ഏറ്റെടുത്ത പുതിയ മാനേജറായിരുന്ന ശ്രീ KV മുഹമ്മദ് ഹുസൈൻ എന്ന വായിച്ചാക്കയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഒരുപാട് പിഞ്ചോമനകളുമുണ്ട്. ഇവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ അധ്യാപന വൃത്തി ആരംഭിക്കുന്നത് എൻ്റെ നാടായ വള്ളിക്കുന്ന് കീഴയിൽ MMLP സ്കൂളിൽ നിന്നാണ്. അവിടെ ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു. അന്നത്തെ HM ശ്രീ MV മുഹമ്മദ് മാസ്റ്റർ ആയിരുന്നു. മാഷും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ അവസരത്തിൽ മാഷിനെ ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് മാഷെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മാഷ് ഒരു HM മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. മാഷ് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ ബാപ്പയും മാഷും 2 വ്യത്യസ്ത രാഷ്ട്രീയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. 2 രാഷ്ട്രീയക്കാരാകുമ്പോൾ തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവർ തമ്മിൽ ഉണ്ടായിട്ടുമുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഞാൻ അധ്യാപികയായി സ്കൂളിലെത്തിയപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ ദൗത്യമായിരുന്നു മാഷ് നിർവഹിച്ചിരുന്നത്. എങ്ങനെയാണോ ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ ചേർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ തന്ന് ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു സർവീസ് കാലത്തിനിടയിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാഷ് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മാഷിൽ നിന്നാണ് ഞാൻ കുട്ടികളെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നതും മനസ്സിലാക്കിയത്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്കൂളിൻ്റെ മുറ്റം നിറയെ മരങ്ങളായിരുന്നു. നെല്ലിയും മാവും ഒക്കെ ആയിരുന്നു. ഇന്റർവെൽ സമയങ്ങളിൽ കുട്ടികൾ ഈ നെല്ലിമരത്തിലും മാവിലൊക്കെയാണ് ഉണ്ടാവുക. ബെല്ലടിച്ചാലും കുട്ടികൾ ക്ലാസ് കയറൂല. മാഷ് ഫസ്റ്റ് ഒരു വിസിലടിക്കും, എന്നാലും കയറൂല. പിന്നെ വീണ്ടും മാഷ് ചൂരലും കൊണ്ട് വരുമ്പോഴാണ് കുട്ടികളൊക്കെ ഓടി ക്ലാസ്സിൽ കയറുക. അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. 1992 ഫെബ്രുവരിയിലാണ് ഞാൻ തൃപ്പനിച്ചി സ്കൂളിൽ എത്തുന്നത്. ഈ സ്കൂളിൽ എത്തിപ്പെടാൻ എനിക്ക് അവസരം തന്നത് ശ്രീ AK ഗോപിനാഥൻ മാഷാണ്. അന്നത്തെ HM വർഗീസ് മാഷായിരുന്നു. അവർ 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 7 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിലേക്കാണ് വരുന്നത് എന്നത് ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു. ആശങ്കയോടെ തന്നെയാണ് സ്കൂളിലേക്ക് വന്ന് കയറിയതും. സ്കൂളിനെ കുറിച്ചറിയില്ല, നാട്ടുകാരെ അറിയില്ല. പഠിക്കുന്ന കുട്ടികളുടെ ഒരു കേട്ടുകേൾവിയുണ്ട്, HM ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പം വർഗീസ് മാഷിന്റെ കയ്യിൽ ഒരു ചൂരലൊക്കെ ഉണ്ട്. ഇത് ശരി തന്നെയാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ മാഷ് വളരെ സ്നേഹത്തോടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നത്. അതേപോലെ തന്നെയായിരുന്നു സഹപ്രവർത്തകരും. എല്ലാ സഹായവും പിന്തുണയും എപ്പോഴും ഉണ്ടായിരുന്നു. അവരിൽ ചിലരെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവര് അമ്മയായിട്ടും സഹോദരിയായിട്ടും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ലീലാവതി ടീച്ചർ, ഭാർഗവി ടീച്ചർ, റേച്ചൽ ടീച്ചർ, ആസി ടീച്ചർ, ജഗദമ്മ ടീച്ചർ, സരള ടീച്ചർ, ഇവരെ ഒന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. എപ്പോഴും പൂർണ്ണ സഹായവും സഹകരണവും നൽകി മറ്റ് സഹാധ്യാപകരും കൂടെയുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരി ഇവിടുത്തെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളോടാണ് ഏറെ കടപ്പെട്ടിരിക്കുന്നത്. അവരാണ് നമ്മുടെ അന്നം. ഇത്രയും കാലത്തിനിടയിൽ ഒരു രക്ഷിതാവിൽ നിന്നും
അപ്രിയമായതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സേവനകാലം ഏറെ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഗോപിമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ഒരു മുഴം മുന്നോട്ടായിരുന്നു ചിന്തിച്ചിരുന്നത്. മാഷിൻ്റെ ആ ചിന്ത തന്നെ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഷിന് വൈകുന്നേരമൊക്കെ വരവുണ്ട്. കൈയൊക്കെ പിന്നിൽ കെട്ടിയിട്ട് മാഷ് അങ്ങനെ കുട്ടികളുടെ ഇടയിൽ വന്ന് നിൽക്കും. നമ്മൾ വിചാരിക്കും മാഷ് വെറുതെ നിൽക്കുകയാണ്. പക്ഷേ മാഷിൻ്റെ ആ നടത്തത്തിലും നോട്ടത്തിലും എല്ലാമുണ്ട്. 2012 പുതിയ മാനേജ്മെൻറ്റ് സ്കൂൾ ഏറ്റെടുത്തപ്പോഴും അധ്യാപകർക്കും കുട്ടികൾക്കും പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകി നമ്മോടൊപ്പമുണ്ട്. സ്കൂൾ അക്കാദമി നിലവാരത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിലാണെന്നതിൽ അഭിമാനിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ പിരിഞ്ഞു പോകുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ സർവീസ് കാലം പൂർത്തിയാക്കി പിരിഞ്ഞു പോവുക എന്നത് അനിവാര്യതയാണ്. ഈ വലിയൊരു നമ്മുടെ വീടും കുടുംബവും എല്ലാം സ്കൂളും കുട്ടികളുമാണ്. രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഈ കുട്ടികൾ നമ്മളെ കയ്യിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവരും നമ്മളൊക്കെ നമ്മളെ വീട്ടുകാരെക്കാൾ ഏറ്റവും കൂടുതൽ അടുപ്പം നമ്മുടെ ഈ അധ്യാപകരായിട്ടായിരിക്കും. അപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും, ഇണക്കങ്ങളും പിണക്കങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ നമ്മോടായിരിക്കും. അവരുടെ രക്ഷിതാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളോടായിരിക്കും അവർ പങ്കുവെച്ചിട്ടുണ്ടാവുക. നമ്മളും അതേപോലെ തന്നെയാണ്. നമ്മളെ എല്ലാ പരിപാടികളും തീർത്ത് രാവിലെ ഇവരുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ഈ കുട്ടികളോട് തന്നെയാണ്. ഇത്രയും സ്നേഹം നിറഞ്ഞ ഈ കുട്ടികളെ പിരിഞ്ഞു പോകുന്നതിൽ ഏറെ സങ്കടമുണ്ട്. ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ പിരിഞ്ഞു പോകുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ സർവീസ് കാലം പൂർത്തിയാക്കി പിരിഞ്ഞു പോവുക എന്നത് അനിവാര്യതയാണ്. നാം അത് ഉൾക്കൊണ്ടേ പറ്റൂ. പറയാൻ ഏറെയുണ്ട്, സമയപരിമിതിയുണ്ട്. മാനേജ്മെന്റ് പ്രതിനിധികൾ, സഹപ്രവർത്തകരായ അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, നഴ്സറി ടീച്ചേഴ്സ്, സ്കൂളിൽ നിന്നും അന്നം വിളമ്പുന്ന ബാബുവേട്ടനും കൂട്ടരും, PTA MTA അംഗങ്ങൾ, ബസ് ജീവനക്കാർ എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മുന്നോട്ടുള്ള വർഷങ്ങളിലും സ്കൂളിന് എല്ലാവിധ പുരോഗതിയും വിജയവും ആർജിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.